കാർഷിക വാർത്തകൾ. ആഗോള വിപണിയിൽ റബ്ബറിന് തിരിച്ചടി. താപനില ഉയർന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കുരുമുളക്, ഏലം വിപണികൾ. കേരളത്തിൽ പകൽ താപനില വീണ്ടും ഉയർന്നതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് പല ഭാഗങ്ങളിലും 50% വരെ കുറഞ്ഞത് ഉൽപ്പാദകരെ ആശങ്കയിലാക്കി. അതേസമയം റബ്ബർ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉയർന്ന തലത്തിൽ നീങ്ങുന്നതിനാൽ ഷീറ്റും ലാറ്റക്സും വിപണിയിലിറക്കാൻ ഉൽപ്പാദകർ പല അവസരങ്ങളിലും ഉത്സാഹിച്ചു. വിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മധ്യവർത്തികൾ വിൽപ്പന നിയന്ത്രിച്ച് നിരക്കുയർത്താനുള്ള ശ്രമത്തിലാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 193 രൂപയിൽ വിപണനം നടന്നു. രാജ്യാന്തര റബ്ബർ വിലയിൽ കുറവ്. മുഖ്യ കയറ്റുമതി കേന്ദ്രമായ ബാങ്കോങ്ങിൽ നിരക്ക് കിലോ 1 രൂപ കുറഞ്ഞ് 215 രൂപയായി. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതോടെ തായ് മാർക്കറ്റായ ബാങ്കോങ്ങിൽ റബ്ബറിന് തിരിച്ചടി നേരിട്ടു. ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യവസായികളുമായി ഉറപ്പിച്ച കരാറുകൾ പ്രകാരമുള്ള കുരുമുളക് യഥാസമയം കയറ്റിവിടുന്നതിൽ ഒരു വിഭാഗം ഇടപാടുകാർക്ക് പാളിച്ച സംഭവിച്ചു. ജനുവരി അവസാനത്തിനു മുന്നേ കുരുമുളക് ഉത്തരേന്ത്യയിലേക്ക് നീക്കണമെന്ന വ്യവസ്ഥയിലാണ് കച്ചവടങ്ങൾ ഉറപ്പിച്ചിരുന്നത്. അതേസമയം ചുരുങ്ങിയ ദിവസങ്ങളിൽ കുരുമുളക് വില 1800 രൂപ വരെ വർദ്ധിച്ചത് ഇടപാടുകാരെ ചരക്ക് സംഭരണത്തിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതരാക്കി. കുരുമുളക് വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകരും ഇടനിലക്കാരും ചരക്ക് നീക്കം കുറച്ചത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 661 രൂപയിലാണ് വിപണനം നടക്കുന്നത്. ഏലം ശേഖരിക്കാൻ ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും കാണിക്കുന്ന ഉത്സാഹം കർഷകരെ തോട്ടങ്ങളിൽ ഇടം പിടിക്കാൻ പ്രേരിപ്പിച്ചു. ആഭ്യന്തര ഇടപാടുകാരും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിക്കുന്നുണ്ട്. ശരാശരി ഇനം ഏലയ്ക്ക വില കിലോ 3000 രൂപയ്ക്കടുത്ത് ഇടപാടുകൾ നടക്കുന്നതും ഉൽപ്പാദകരെ ആകർഷിച്ചു. ഇന്ന് 2 ലേലകേന്ദ്രങ്ങളിലായി മൊത്തം 63,000 കിലോഗ്രാം ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങി. വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്താൽ വിളവെടുപ്പ് മാസമാദ്യത്തിന്റെ 2ാം പകുതിയിൽ പല ഭാഗങ്ങളിലും സ്തംഭിക്കാനിടയുള്ളതായാണ് ഉൽപാദന മേഖലകളിൽ നിന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഏലക്ക ശേഖരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാർ ഉത്സാഹിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമസഭാ സമ്മേളനത്തിൽ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം അവതരിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കൃഷിഭൂമി കർഷകരുടെ കൈവശം തന്നെ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാഥമിക കൃഷിയോടൊപ്പം ദ്വിതീയ കൃഷി കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഓരോ കൃഷിഭവനിൽ നിന്നും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന പദ്ധതിക്കും തുടക്കമായി. കേരള കാർഷിക സർവകലാശാലയുടെ 54ാമത് സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ആവശ്യകതയും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിളവെടുപ്പിന് ശേഷമുള്ള കർഷകർക്ക് നഷ്ടം 1500 കോടി രൂപയിലധികം വരും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഭക്ഷ്യോൽപാദനം ഉറപ്പാക്കുക, കുറയുന്ന കൃഷിഭൂമി, ഹരിതഗൃഹ വാതക ഉദ്വമനം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ നിർണായക വിഷയങ്ങൾ ഗവേഷണം നടത്തണമെന്ന് അദ്ദേഹം സർവകലാശാലയോട് ആവശ്യപ്പെട്ടു. നെല്ല്, തേങ്ങ, പയർ, പാവയ്ക്ക, കാലിത്തീറ്റപ്പുല്ല് എന്നിവയുൾപ്പെടെ 15 പുതിയ വിള ഇനങ്ങളും സർവകലാശാല പുറത്തിറക്കി. കൂടാതെ കാർഷികാധ്വാനം കുറയ്ക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 16 നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്കായി അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ താരമായിരിക്കുകയാണ് മഖാന. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന വിപണി അടുത്തിടെയായി മുന്നേറ്റത്തിലാണ്. കേന്ദ്ര ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനമായ ബീഹാറിലെ മഖാന ബോർഡിലൂടെയാണ് മഖാന ചർച്ചയായത്. ഫിറ്റ്നസ് പ്രേമികൾക്കിടയിലെ ഈ സൂപ്പർ ഫുഡ് ലോകമെമ്പാടും ജനപ്രീതി നേടിയിട്ടുള്ളതാണ്. താമരയുടെ വിത്താണ് മഖാന. എന്നാൽ പൂർണ്ണമായും താമര വിത്തെന്ന് പറയാനാകില്ല. യൂറൈൽ ഫെറോക്സ് പ്ലാന്റ് എന്ന ഒരുതരം വാട്ടർ ലില്ലിയുടെ വിത്താണ് മഖാന. അടുത്തിടെയായി മഖാനയുടെ ഡിമാൻഡ് കുതിച്ചുയർന്നതോടെയാണ് വിപണി പിടിക്കാൻ സർക്കാരിനും താൽപര്യമേറിയത്. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന ഫോക്സ്നട്ട്, ഗാർഗോൺ നട്ട്സ് എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. മഖാനയുടെ ഉൽപാദനം, സംസ്കരണം, മൂല്യവർധന, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ബീഹാറിലാണ് മഖാന ബോർഡ് സ്ഥാപിക്കുക. മഖാന കർഷകർക്ക് ബോർഡ് ഹാൻഡ് ഹോൾഡിംഗും പരിശീലന പിന്തുണയും നൽകും. ബീഹാറിലെ ഏകദേശം 15,000 ഹെക്ടർ സ്ഥലത്ത് മഖാന കൃഷി ചെയ്യുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ള ഏകദേശം 5 ലക്ഷം കുടുംബങ്ങൾ ഇതിന്റെ കൃഷി, വിളവെടുപ്പ്, സംസ്കരണം എന്നിവയിൽ നേരിട്ട് പങ്കാളികളാകുന്നുമുണ്ട്. 2022 മിഥില മഖാന ഭൂമിശാസ്ത്രപരമായ സൂചിക ടാഗ് നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പയർ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ 6 വർഷത്തിനുള്ളിൽ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുകയാണ് ലക്ഷ്യം. പരിപ്പ്, ഉഴുന്ന്, മസൂർ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി 6 വർഷത്തിനുള്ളിൽ പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിലെ ആശ്രിതത്വം കുറയ്ക്കുകയാണ് ലക്ഷ്യം.
ആത്മനിർഭർ ദൗത്യത്തിലൂടെ 6 വർഷത്തിനുള്ളിൽ ഇത് നേടിയെടുക്കുകയാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി നാഫെഡ്, NCCF എന്നീ കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് പരമാവധി പയർവർഗ്ഗങ്ങൾ അടുത്ത 4 വർഷത്തേക്ക് ഏറ്റെടുക്കും. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിത്തുകൾ ഉറപ്പാക്കി ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതിൽ ഈ ദൗത്യം ഊന്നൽ നൽകും. വിളവെടുപ്പിനു ശേഷമുള്ള സംഭരണവും മാനേജ്മെന്റ് മെച്ചപ്പെടുത്തലും കർഷകർക്ക് കാര്യമായ വില ഉറപ്പാക്കുന്നതും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. പയർവർഗ്ഗങ്ങളുടെ ഏറ്റവും വലിയ ഉൽപാദനവും ഉപഭോക്താവും ഇറക്കുമതിക്കാരനുമായ ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇറക്കുമതി ആശ്രിതത്വം വർദ്ധിച്ചു വരികയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തര ഉൽപാദനത്തെ ബാധിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി മൂല്യം 53% വർദ്ധിച്ച് $3.78 ബില്യൺ ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് 16,000 ടൺ അരി കയറ്റുമതി ചെയ്തു. ഉഭയകക്ഷി കരാർ പ്രകാരം ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം ടൺ അരിയാണ് നൽകുക. ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ അരിലോഡ് ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്ത് എത്തിയതായി റിപ്പോർട്ട്. 5,700 ടൺ അരിയുമായി ആദ്യ ചരക്ക് കപ്പൽ കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെത്തിയിരുന്നു. ഉഭയകക്ഷി കരാർ പ്രകാരം ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം ടൺ അരിയാണ് കയറ്റുമതി ചെയ്യുക. ഇതിൽ 40% മോംഗ്ല തുറമുഖത്തും ബാക്കിയുള്ളത് ചിറ്റഗോഗ് തുറമുഖത്തുമാണ് ഇറക്കുന്നതെന്ന് മോംഗ്ല ഫുഡ് കൺട്രോളറുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. 16,400 ടൺ അരിയുമായി 2 കപ്പലുകൾ രാവിലെ തുറമുഖത്ത് എത്തിയതായി ധാക്ക ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്ലാന്റേഷൻ കമ്മോഡിറ്റി ബോർഡുകൾക്ക് 1,565 കോടി രൂപയുടെ ഉയർന്ന വിഹിതമാണ് ബജറ്റിൽ വകയിരുത്തിയത്. 771.55 കോടി ടീ ബോർഡിന് ലഭിച്ചു. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ വിഹിതമായ 1,228 കോടി രൂപയേക്കാൾ കൂടുതലാണ് വരും വർഷത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തേയില വ്യവസായത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ടീ ബോർഡിന് പരമാവധി വിഹിതം ലഭിച്ചത് 771.55 കോടി രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് വിഹിതമായ 500 കോടി രൂപയേക്കാൾ 54% വർധനവാണിത്. ബജറ്റ് രേഖകൾ പ്രകാരം പ്രധാനമന്ത്രി ചാ ശ്രമിക് പ്രോത്സാഹൻ യോജനയ്ക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷങ്ങൾ ഇത് നടപ്പിലാക്കുമെന്നാണ് മന്ത്രാലയം ഉറപ്പു നൽകുന്നത്. തേയിലത്തോട്ട മേഖലകളിൽ ആവശ്യാനുസരണം ഇടപെടലുകൾ നടത്തി തേയില തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കൂടാതെ കോഫി ബോർഡിനുള്ള വിഹിതം 12% വർദ്ധിച്ച് 280 കോടി രൂപയായി. റബ്ബർ ബോർഡിന്റെ ബജറ്റ് വിഹിതം 360.31 കോടി രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3.4% വർധനവാണുണ്ടായത്. അതേസമയം സ്പൈസസ് ബോർഡിന്റെ 2025-26 ബജറ്റ് വിഹിതം 153.81 കോടിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 138, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 230, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 68,100, കുരുമുളക് അൺഗാർബിൾ 66,100, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,200, ചുക്ക് 32,500.